ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസ്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി ശ്രീകൃതോസ്യമയ നധ മുക്ത്യർത്ഥം ഭവസാഗരി. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുക. ശുഖരൂപ പ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ യദത്കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം ഉദീരയേത്. ആരാധ്യനായ ഭാഗവതഹംസം മലയോർ പൊന്നു തിരുമേനിയുടെ 103-ാം ജയന്തിയോടനുബന്ധിച്ച് ഭാഗവത അമൃത സത്രം നടന്നു വരുന്ന പുണ്യവേളയാണ്. ചതുർത്ഥിയും പൂരവും തിങ്കൾക്കലാധരൻ്റെ ദിവസമായ തിങ്കളാഴ്ചയുമാണ്. മള്ളിയൂരിലെ മണൽത്തരിക്ക് പോലും ശ്രീ മഹാഭാഗവതത്തിൻ്റെ വരികൾ കാണാപ്പാടമാണ്. ഈ മുറ്റത്ത് ആദ്യം പ്രസംഗിക്കാൻ വന്ന കാലവും അന്നമ്മ വിളമ്പിത്തന്ന ഭക്ഷണവും പിന്നീട് വിനായക ചതുർത്ഥിക്ക് തിരുമേനിയെ നമസ്കരിച്ച് ഇവിടെ പ്രഭാഷണം നടത്തിയതും ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങണം എന്ന ആജ്ഞയും അനുഗ്രഹവും ഭാഗവതവുമായി സഞ്ചരിക്കുമ്പോൾ ദേവി ഭാഗവതവുമായി സഞ്ചരിക്കുമ്പോൾ ആ മഹാഗുരുവിനെ കനകസിംഹാസനത്തിലിരുത്തി ഗുരുപൂജ കഴിഞ്ഞ് പുരാണങ്ങളിലേക്കും ഇതിഹാസങ്ങളിലേക്കും കടക്കുവാനുള്ള ഒരു ചിട്ടയും നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ ഭാഗവത യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൃഹസ്ഥ ജീവിതം നയിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ പോലും നമസ്കരിക്കുന്ന വലിയ പദവിയിലേക്ക് എത്തിച്ചേർന്ന പുണ്യതിരുമേനിയുടെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. അച്ഛനും മകനും ഒന്നാണെന്ന സങ്കല്പത്തിൽ വ്യാസനും ശുഗനും ഒന്നു തന്നെ എന്ന മഹാദർശനത്തിൽ ഭാഗവതം ഉപാസനയാക്കിയ ഭാഗവത കോകിലം മലയോർ പരമേശ്വരൻ നമ്പൂതിരി തൃപ്പാദങ്ങൾ ഈ ചടങ്ങുകളുടെയൊക്കെ ചുമതല വഹിച്ചുകൊണ്ട് അച്ഛൻ്റെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ കർമ്മനിരതനായ ബ്രഹ്മശ്രീ മലയോർ ദിവാകരൻ നമ്പൂതിരി തൃപ്പാദങ്ങൾ, 2 ചേച്ചിമാർ മഞ്ചേരിയിലും പന്തളത്തും താമസിക്കുന്നു. ആ പ്രദേശത്തൊക്കെ ചെന്നാൽ ഞങ്ങൾ അവിടെ ചെന്ന് അവരെയും കുടുംബത്തെയും നമസ്കരിച്ചിട്ടാണ് പോകുന്നത്. മഞ്ചേരിയിലെ ചേച്ചി മുന്നിലുണ്ട്, ചേച്ചിയെയും നമസ്കരിക്കുന്നു. ആധ്യാത്മികമായ കർമ്മങ്ങൾക്ക് എങ്ങനെ ഭാഗവതത്തെ കുടുംബജീവിതം നയിച്ചുകൊണ്ട് വിനിയോഗിക്കാമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത മഹാഗുരുവിൻ്റെ തൃച്ചെവടികളിലാണ് നമ്മളിരിക്കുന്നത്. ബൈബിൾ കാണാത്ത ക്രൈസ്തവരില്ല, ഖുറാൻ കാണാത്ത മുസ്ലിമില്ല. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും പള്ളികളിലും മോസ്കിലും പോയി ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്ന സമൂഹത്തിന് മുന്നിൽ ശ്രീ ഭാഗവതം വീടുകളിലില്ലാത്ത, ഉണ്ടെങ്കിൽ ഒരധ്യായം വായിക്കാത്ത, ഇതുപോലുള്ള മഹത്തായ ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ കുടുംബസഹിതം വന്നിരിക്കാൻ സമയം കണ്ടെത്താത്ത ഒരു സമൂഹത്തിന് മുന്നിലാണ് വർഷം 2 സപ്താഹയജ്ഞങ്ങൾ ഭാഗവത അമൃത സത്രങ്ങളായി വിനായക ചതുർത്ഥിയും ജയന്തിയും. മകരമാസത്തിലെ മൂലമാണ് തിരുമേനിയുടെ പിറന്ന നാൾ, ജന്മനക്ഷത്രമെങ്കിലും ഫെബ്രുവരി 2, ഒക്ടോബർ 2, നവംബർ 14 നമ്മൾ ആചരിക്കുന്നത് പോലെ
ജനങ്ങൾക്കത് ഹൃദിസ്ഥമാക്കാനും മനസ്സിലാക്കാനും ആ ഈശ്വരീയ ധർമ്മത്തിൻ്റെ വൈഭവം അറിഞ്ഞ് വളർന്നു വരുന്ന ഒരു തലമുറയെ ഭാഗവത സംസ്കാരത്തിലേക്ക് എത്തിക്കുവാനുമുള്ള ഒരു പരിശ്രമമാണ് മള്ളിയൂരിലെ ഭാഗവത അമൃത സത്രങ്ങൾ. എല്ലാം തരുന്ന കൽപ്പവൃക്ഷമായ ശ്രീ മഹാഭാഗവതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ആ ധാർമ്മികമായ കർമ്മങ്ങളിൽ വളരുന്ന ഒരു സമൂഹത്തെ ഉത്തേജിപ്പിക്കുവാനുള്ള ഒരു കർമ്മമായിട്ടാണ് പലപ്പോഴും ശ്രീ മഹാഭാഗവത സപ്താഹയജ്ഞത്തെ ഈ വേദിയിൽ തിരുമേനിയും കണ്ടിട്ടുള്ളത്. വത്സസ്തേയം ബ്രഹ്മദേവൻ്റെ ഒരു മോഹം വായിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ. അഘാസുരന് പ്രത്യക്ഷ മുക്തി നൽകിയ വിവരം ദേവന്മാരിൽ കൂടി ബ്രഹ്മദേവൻ അറിഞ്ഞു എന്ന് നമ്മൾ കേട്ടു. ഏതുവിധമാണ് ഭഗവാൻ ഒരാൾക്ക് മുക്തി നൽകുന്നതെന്ന് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന് പോലും അജ്ഞേയമായി തീർന്നെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ സ്ഥിതിയോ എന്ന് നമ്മൾ പഠിക്കാനാണ്. അവന് ശ്രീകൃഷ്ണ ഭഗവാന്റെ വൈഭവം എത്രമാത്രമുണ്ടെന്നറിയാൻ ബ്രഹ്മദേവനൊരു ആഗ്രഹം തോന്നിയതായി നമ്മൾ കേട്ടു ഭാഗവതത്തിലെ വരികളിലൂടെ. അഘാസുര വധത്തിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ കൂട്ടുകാരും ഒരുമിച്ച് സങ്കേതത്തിലേക്ക് പോകുമ്പോൾ മധ്യാഹ്ന സമയമായി. അസുരൻ ചത്തുവീണ ഈ അശുദ്ധ സ്ഥലത്തിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കണ്ട, ഇതിനടുത്ത് ഇതിലും നല്ല തണലുള്ള ഒരു താവളമുണ്ട്, നദിയും സമീപത്ത് കൂടി ഒഴുകുന്നുണ്ട്, നല്ല കുളിർകാറ്റും അവിടെ കിട്ടും, പശുക്കിടാങ്ങളെയും മാടിക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം, അവിടെ ഇരുന്ന് നമുക്ക് ഊണ് കഴിക്കാം, കളിക്കാനും നല്ല സ്ഥലമാണത്. ഭഗവാന്റെ അഭിപ്രായത്തോട് കൂട്ടുകാരെല്ലാം യോജിച്ചു. യാത്രയിലും സംസാരിക്കാൻ പറ്റുന്ന വേളകളിലുമൊക്കെ പ്രപഞ്ച സിദ്ധാന്തം ഭഗവാൻ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. മരം വെയിൽ കൊണ്ട് തണൽ കൊടുക്കുന്നത് പോലെ നമ്മൾ ജീവിക്കണം. ധനം, സമയം, വാക്ക് ഒക്കെ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന നിലയിൽ നമ്മൾ ചെലവഴിക്കണമെന്നൊക്കെ പറയുന്നത് കുട്ടികൾ വളരെ കൗതുകത്തോടു കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രായവുമാണല്ലോ. ഭഗവാന്റെ അഭിപ്രായത്തോട് യോജിച്ച ചങ്ങാതിമാർ എല്ലാവരും കൂടി പശുക്കുട്ടികളെയും മാടിക്കൊണ്ട് അങ്ങോട്ട് തിരിച്ചു. വീട്ടിൽ നിന്നും രാവിലെ കൊണ്ടുവന്ന് ഉറികളിൽ കെട്ടിത്തൂക്കിയിരുന്ന ഭക്ഷണപ്പൊതികളും അവർ കയ്യിലെടുത്തു. ഭഗവാൻ നിർദ്ദേശിച്ച സ്ഥലത്തു ചെന്ന് ഗോവത്സ്യങ്ങളെ പുൽവാടിയിൽ മേയാൻ വിട്ടതിന് ശേഷം ഒരു വലിയ പന്തലിച്ച മരത്തിൻ്റെ തണലിൽ വന്നിരുന്ന് അവർ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. അവരവരുടെ പൊതികൾ അഴിച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവർ പല നേരം പോക്കുകളും പറഞ്ഞുകൊണ്ടിരുന്നു. ഏറ്റവും കൂടുതൽ വെണ്ണയും തൈരും ഭഗവാന്റെ ചോറിലാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ എൻ്റെ ചോറിലല്ല നിങ്ങളുടെ ചോറിലാണ് എന്ന് ഭഗവാൻ വാദിക്കും. നാഭിയിൽ ഓടക്കുഴലും തിരുകി കാലിക്കോലും കയ്യിൽ വെച്ച് ഭഗവാൻ നടുവിലിരുന്നതിനാൽ എല്ലാവർക്കും ഭഗവാന്റെ ചോറും കറികളും കാണാമായിരുന്നു എന്നാണ്. തിരുമേനി 2007 ഈ വേദിയിൽ ഇരുന്ന് പറഞ്ഞത് ഓർക്കുന്നു. കുട്ടികളെല്ലാം നീളം കൂടിയവർ നീളം കുറഞ്ഞവരായി അഭിനയിച്ച് മുന്നിൽ വന്നിരിക്കും ഭഗവാന്റെ അടുത്തിരിക്കാൻ, താമരതളങ്ങൾ പോലെ. വലിയ പൊക്കക്കാരായാൽ ഭഗവാന്റെ അടുത്തിരിക്കാൻ സാധിക്കില്ല എന്ന് മള്ളിയൂർ തിരുമേനി പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ വേദികളിലും പറയാറുണ്ട് തിരുമേനി പറഞ്ഞ ആ കാര്യം. നീളം കുറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് വന്നിരിക്കാമെന്ന് ചിന്തിച്ച് നീളമുള്ളവരും പൊക്കമില്ലാത്തവരായി അഭിനയിച്ച് ഭഗവാന്റെ ചുറ്റും വന്നിരിക്കുക. അപ്പോൾ തിരുമേനി പറയും, ഞാൻ ശരീരത്തിൻ്റെ പൊക്കമല്ല പറഞ്ഞത്, മനസ്സിൻ്റെ പൊക്കമാണ്. മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് ചെറിയവരായി ഭാരം കൂടിയ ത്രാസിൻ്റെ തട്ട് ഭൂമിയിലേക്ക് കുനിഞ്ഞു നിൽക്കുന്നത് പോലെ
ഏറ്റവും കൂടുതൽ മാമ്പഴമുണ്ടാകുന്ന വൃക്ഷത്തിൻ്റെ ശിഖരം ഭൂമിയിലേക്ക് കുനിഞ്ഞു വരുന്നത് പോലെ നെൽപ്പറയും മലർപ്പറയും ഒക്കെ ഇടുന്ന സമയമാണ്. നെല്ല് ഓരോ ദിവസം കഴിയും തോറും താഴോട്ട് കുനിഞ്ഞു വരുന്നത് പോലെ മഴവെള്ളം ഒരിക്കലും ഉയർന്ന സ്ഥാനത്ത് നിൽക്കാതെ അത് താഴ്ന്ന ഇടം തേടി കൊതിച്ചൊഴുകുന്നത് പോലെ എളിമയും വിനയവും സേവനവും ത്യാഗവും കൊണ്ട് എങ്ങനെ ഭഗവാന്റെ അടുത്തിരിക്കാമെന്ന് നെല്ല് പോലും നമുക്ക് കാണിച്ചു തരികയാണ്. അതിനാണല്ലോ പറയുന്നത്, നെല്ലിൽ നിന്ന് അരി, അരിയിൽ നിന്ന് മലര്, മലരിൽ നിന്ന് അവല്, അവലിൽ നിന്ന് ധനം, ധാന്യം, രത്നസമൃദ്ധി എല്ലാം നമ്മൾ ഭാഗവതത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ അടുത്ത് വന്നിരിക്കും. ഭഗവാന്റെ ചോറും കറികളും കണ്ടുകൊണ്ട് അവർക്കെല്ലാം കൈകൊണ്ട് കൊടുക്കും. ചിലർ അവർ കൊണ്ടുവന്നത് വേഗം കഴിച്ചിട്ട് ഭഗവാന്റെ വാങ്ങാനായി ആർത്തി അഭിനയിച്ചിരിക്കും. അതവർ അമൃത് പോലെ കഴിക്കും. മായാമാധവനായ ഭഗവാന്റെ മായാവൈഭവം അറിയുവാനുള്ള അത്യധികമായ അഭിവാഞ്ചയോടെ ബ്രഹ്മദേവൻ സ്വർഗവാസികളും ഒരുമിച്ച് ആ സമയം ആകാശത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. വൈകുണ്ഠപതിയായ മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണ അവതാരത്തിന് മുമ്പുള്ള എല്ലാ അവതാരങ്ങളുടെയും അതിസൂക്ഷ്മ മഹത്വങ്ങളും അപ്രമേയമായ വാഴ്ത്താൻ സാധിക്കാത്ത സൂക്ഷ്മ മഹത്വങ്ങളും മഹാത്മ്യങ്ങളും ബ്രഹ്മദേവൻ നേരിൽ കണ്ടറിഞ്ഞിട്ടുണ്ട്. പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ബ്രഹ്മദേവനെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാപിയായ ഭഗവാനെ വിഴുങ്ങി കൊല്ലാൻ വന്ന അഘാസുരന് പ്രത്യക്ഷ മോക്ഷം നൽകിയപ്പോഴാണ് അജ്ഞേയമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വൈഭവം നേരിട്ട് കാണുകയും അതിനോടൊപ്പം ഒരു പരീക്ഷണം നടത്തുകയും വേണമെന്നുള്ള ഒരു അഭിലാഷം പങ്കജോത്ഭവനിൽ അങ്കുരിച്ചത് എന്ന് പറയാം. പശുക്കുട്ടികൾ മേയുന്ന സ്ഥലം കാണത്തക്ക വിധത്തിലാണ്. ഗോപാല ബാലന്മാർ ഭക്ഷണം കഴിക്കാനിരുന്നത് തൻ്റെ മായ കൊണ്ട് ഈ പശുക്കുട്ടികളെ മറച്ചാൽ ഭഗവാൻ അതെങ്ങനെ പരിഹരിക്കുമെന്ന് കാണാമല്ലോ എന്ന ഒരു അഹന്ത ബ്രഹ്മദേവൻ്റെ മനസ്സിൽ ഉദിച്ചു എന്ന് പറയാം. മനസ്സെന്ന് പറയുന്ന ഒരു അവയവം ശരീരത്തിലില്ലല്ലോ, എങ്കിലും അതിനെ കേന്ദ്രീകരിച്ചാണ് എല്ലാം. ശാസ്ത്രം ഹൗ യു തിങ്സ് ആർ യുവർ ഫോം എന്ന് പറയുന്നു. എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് പറയുന്നു. എടുത്ത് കാണിക്കാൻ പറ്റില്ല. എടുത്ത് കാണിക്കാൻ പറ്റാത്ത അതിനെ കേന്ദ്രീകരിച്ചാണ് മസ്തിഷ്കം പോലും പ്രവർത്തിക്കുന്നതെന്ന ശാസ്ത്രം എത്രയോ മുമ്പേ നമ്മുടെ ഗ്രന്ഥങ്ങൾ വ്യാസഭഗവാൻ എഴുതി വച്ചിരിക്കുകയാണ്. മേഞ്ഞുകൊണ്ടിരുന്ന പശുക്കിടാങ്ങൾ ഓരോന്നോരോന്നായി കണ്ടുകൊണ്ടിരിക്കെ മറയാൻ തുടങ്ങി. അത് കണ്ട് പരിഭ്രാന്തരായ ഭഗവാന്റെ കൂട്ടുകാർ, കൃഷ്ണ, നമ്മുടെ കൺമുന്നിൽ മേഞ്ഞുകൊണ്ടിരുന്ന കിടാങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ, ഇത്ര വേഗം ആ കിടാങ്ങൾ എങ്ങോട്ട് പോയി? ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ് അവ ഓരോന്നോരോന്നായി മറഞ്ഞത്. ഇതെന്തൊരു കളിയാണ്, ഞങ്ങളൊന്ന് പോയി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഊണ് നിർത്തി എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ ഭഗവാൻ അരുളി ചെയ്തു, വേണ്ട, നിങ്ങളാരും പോകണ്ട, ഞാൻ പോയി അന്വേഷിക്കാം. യോഗക്ഷേമം വഹാമ്യഹം. നിങ്ങൾ എൻ്റെ കൂടെ വന്നതല്ലേ പശുക്കുട്ടികളുമായി, ഞാൻ നോക്കാം. പുല്ല് അധികമുള്ള സ്ഥലം നോക്കി എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവും. ഊണ് കഴിച്ചതിൻ്റെ രസം കൊണ്ട് അവ പോയത് ശരിയായി നാം കണ്ടില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ സുഖമായി ഇരുന്ന് ഊണ് കഴിച്ചോളൂ, ഞാൻ പോയി അന്വേഷിക്കാമെന്ന് പറയുന്ന ഭഗവാൻ. അങ്ങനെ അരുളി ചെയ്തിട്ട് ഭഗവാൻ ഇടത്തെ കയ്യിൽ ബാക്കി ചോറും കറിയുമുള്ള പൊതിയുമെടുത്ത് വലത്തെ കൈ കൊണ്ട് അത് വാരി ഉണ്ടുകൊണ്ട് അവിടെ നിന്ന് വേഗം പുറപ്പെട്ടു. പശുക്കുട്ടികൾ നിന്ന സ്ഥലത്തും അതിൻ്റെ പരിസരങ്ങളിലും ഓടി നടന്ന് പരിശോധിച്ചു ഭഗവാൻ. ഒരു പശുക്കുട്ടിയെ പോലും അവിടെ എങ്ങും കാണാൻ സാധിച്ചില്ല. പശുക്കൾ അവിടെ പ്രവേശിച്ച കുളമ്പിൻ്റെ പാടുകൾ പോലുമില്ല. കാളിന്തി തീരത്തിലും ഗോവർദ്ധനത്തിൻ്റെ അടിവാരത്തിലും ചുറ്റുമുള്ള കാടുകളിലുമെല്ലാം ഓടക്കുഴൽ ഊതിക്കൊണ്ട് ഭഗവാൻ അന്വേഷിച്ചു. ഒരു തുമ്പും കിട്ടിയില്ല. ഒടുവിൽ ചിന്താകുലനായി
ചിന്മയനായ ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ച് കൂട്ടുകാരിരുന്ന സ്ഥലത്ത് വന്നപ്പോഴുള്ള കാര്യവും നമ്മൾ കേട്ടു. വായിച്ചപ്പോൾ അവിടെ ആ കൂട്ടുകാരെയും കാണാനില്ല. പടപേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ ചൂട്ടം കെട്ടിപ്പെടാന്ന് പറഞ്ഞതുപോലെയായി. ഈ പശുക്കുട്ടികളെയൊക്കെ അന്വേഷിച്ച് അവർ മനത്തിൽ ആയിരിക്കും. ഞാൻ അവർ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ച് അനുസരിച്ചിരുന്നതല്ലേ. ഭഗവാൻ വിസ്മയസ്തബ്ധനായി അവരുടെ ഓരോരുത്തരുടെയും പേരുകൾ ചൊല്ലി ഉച്ചത്തിൽ വിളിച്ചു. ഓടൽക്കുഴൽ കൂടി പശുക്കളുടെ പേര് വിളിക്കുമ്പോൾ പശുക്കൾ ഓടി വരുന്നതായി തിരുമേനി പറയുമായിരുന്നു. വളരെ മനോഹരമായി അത് അവതരിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഇരുന്ന്. നിങ്ങളും കേട്ടിട്ടുള്ളവർക്കറിയാം. ഭാഗവതത്തിലെ വരികളിലുള്ളതല്ല, തിരുമേനിയുടെ മസ്തകത്തിൽ ഗുരുവായൂരപ്പൻ തോന്നിച്ചു കൊടുത്തത് അറിയിക്കുക. അതുകൊണ്ടാണല്ലോ തിരുമേനി ഭാഗവത ഹംസമായത്. പാലും വെള്ളവും കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ പാത്രത്തിൽ പച്ചവെള്ളത്തെ അവശേഷിപ്പിച്ച് പാല് കുടിക്കുന്ന ഹംസത്തെ പോലെ ഭാഗവതത്തിൽ നമുക്ക് വേണ്ടതൊക്കെ അറിയിച്ചു തന്നു, വളരെയേറെ പ്രാധാന്യത്തോടുകൂടി. ഓടക്കുഴലിലൂടി പശുക്കുട്ടികളുടെ പേരുകൾ വിളിക്കുമ്പോൾ ആ പശുക്കൾ ഓടി വരും. പശുക്കൾ നിൽക്കുന്ന സ്ഥലത്ത് ഓടക്കുഴലിൻ്റെ ശബ്ദം കേട്ടാൽ പശുക്കൾ തീറ്റി നിർത്തി ഓടക്കുഴൽ ശ്രദ്ധിക്കുന്ന കാര്യം തിരുമേനി സൂചിപ്പിക്കുമായിരുന്നു. വളരെ മനോഹരമായി അത് അവതരിപ്പിക്കുന്നത് നമ്മൾ കേട്ട് രോമാഞ്ചമണിഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായി, മനോജ്ഞമായി, മനോമോഹനമായി, മനോഭിരാമമായി അത് മള്ളിയൂർ തിരുമേനി തൃപ്പാദങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു. അമ്പലപ്പുഴയൊക്കെ ആ സമയത്ത് ഓടക്കുഴൽ വായിക്കാൻ ആളുകൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര ഭംഗിയായി നമ്മളെ അവിടേക്ക് കൊണ്ടുപോകുന്ന, മനസ്സുകൊണ്ട് അവിടേക്ക് എത്തിക്കുന്ന ഒരു തലത്തിലേക്ക് മള്ളിയൂർ തിരുമേനി തൃപ്പാദങ്ങൾ അതിനെ ഉയർത്തുമായിരുന്നു. ഓരോരുത്തരുടെയും പേരുകൾ ചൊല്ലി ഉച്ചത്തിൽ വിളിച്ചു. അതിൻ്റെ മാറ്റുലിയല്ലാതെ മറ്റൊന്നും അവിടെ കേട്ടില്ല. പശുക്കുട്ടികളുടെയും ഗോപാല ബാലന്മാരുടെയും കൂടാതെ ഞാൻ മാത്രമായി വീട്ടിൽ അങ്ങനെ ചെല്ലും. ചില അമ്മമാരൊക്കെ പറഞ്ഞതാണ്, എൻ്റെ കൂടെ പോയാൽ ഒരു രക്ഷയില്ല, എപ്പോഴാണ് കഴിക്കുന്നതെന്നറിയില്ല, എപ്പോഴാണ് തിരിച്ചു വരുന്നത് അറിയില്ല, പോവല്ലേ എന്ന് പറഞ്ഞത് ഞാൻ കേട്ടതാണ്. എന്നിട്ടും അവർ എന്നെ വിശ്വസിച്ചിറങ്ങി വന്നതാണ്. അതെത്രയോ സങ്കടകരമായ അവസ്ഥയായിരിക്കും. അമ്മ എന്നെ തല്ലില്ലേ, ബലരാമൻ ചേട്ടനില്ലാതെ തനിച്ചു പോകരുതെന്ന് അമ്മയും അച്ഛനും പറഞ്ഞതാണ്. അത് ഞാൻ കേട്ടില്ല. ഗോപന്മാരോടും ഗോപികന്മാരോടും ഞാൻ എന്ത് സമാധാനം പറയും? ഈ പശുക്കുട്ടികളില്ലാതെ എന്നാൽ അവരുടെ അമ്മയും അച്ഛനും ആ ദുഃഖം എങ്ങനെ സഹിക്കും? അപ്പം കൂട്ടുകാർ ആരുമില്ലാതെ ഞാൻ ഏകനായി എങ്ങനെ അവിടെ ജീവിക്കും? ഇങ്ങനെ പലതും ചിന്തിച്ച് ഭഗവാൻ തന്നിൽ അന്തർഭൂതമായിരിക്കുന്ന ഒരു വൈഷ്ണവ അംശത്തെ തൻ്റെ യോഗശക്തിയാൽ പ്രദ്യോതിപ്പിച്ചു. തൻ്റെ ഉൾക്കണ്ണുകൾ തുറന്നു. ഭാഗവതത്തിൽ ഭഗവാൻ ഉദ്ധവരോടും ദേവി ഭാഗവതത്തിൽ ദേവി അച്ഛനായ ഹിമവാനോടുമൊക്കെ പ്രാണായാമം, യോഗാസനം അവയെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ബ്രഹ്മദേവൻ പ്രയോഗിച്ച മായയുടെ കളിയാണ് ഇതെല്ലാമെന്ന് മായയ്ക്ക് അതീതനായ മായാവല്ലഭനായ ശ്രീകൃഷ്ണ ഭഗവാൻ മനസ്സിലാക്കി. ഈ ബ്രഹ്മമായയ്ക്ക് മറുമരുന്ന് തന്നിലുള്ള വിശ്വപ്രകൃതിയായ വിഷ്ണു മായയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് കണ്ട് മല്ലേക്ഷണനായ, മനോമോഹനനായ, മനോഭിരാമനായ ഭഗവാൻ പെട്ടെന്ന് തന്നെ ആ വിശ്വമോഹിനിയായ മായയെ പ്രസരിപ്പിച്ചു. എല്ലാ പശുക്കുട്ടികളും എത്ര ബാലന്മാരും മറയ്ക്കപ്പെട്ടുവോ അത്രയും പശുക്കുട്ടികളെയും അത്രയും ഗോപാല ബാലന്മാരെയും ആകൃതിയിലും പ്രകൃതിയിലും പ്രായത്തിലും ശബ്ദത്തിലും ചലനത്തിലും ചേഷ്ടകളിലും അംഗസാമ്യങ്ങളിലും ഒരു വ്യത്യാസവുമില്ലാതെ ഭഗവാൻ സൃഷ്ടിച്ചു. ഭീമാൻ പ്രദേശ് അലുക്കാസ, അതിൻ്റെ കൂടെ കൊല്ലം സുപ്രീം പോലെ അത്ഭുതപ്പെട്ടു പോയി. ദേവന്മാർ പോലും
ഗോപബാലന്മാർ ധരിച്ചിരുന്ന അതേ രീതിയിലുള്ള വസ്ത്രങ്ങൾ, ഓടക്കുഴലുകൾ ധരിച്ചിരിക്കുന്നവർക്ക് അതേമാതിരിയുള്ള ഓടക്കുഴലുകൾ, ദണ്ഡുകൾ വഹിച്ചിരിക്കുന്നവർക്ക് അതേ വിധത്തിലുള്ള ദണ്ഡുകൾ, അംഗവൈകല്യങ്ങൾ ഉള്ളവർക്ക് അതേ രീതിയിലുള്ള വൈകല്യങ്ങൾ. പശുക്കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവയുടെ നിറങ്ങൾക്കോ കൊമ്പുകൾക്കോ വാലുകൾക്കോ അവയിലുള്ള ചുട്ടികൾക്കോ ശരീരത്തിലുള്ള പാണ്ടുകൾക്കോ പ്രായത്തിനോ പൊക്കത്തിനോ വണ്ണത്തിനോ മുഴുപ്പിനോ വ്യത്യാസമില്ലാത്ത അതേ വിധത്തിലുള്ള രൂപങ്ങൾ. എല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ മായ കൊണ്ട് സൃഷ്ടിച്ചു. ഏകനായ അദ്ദേഹം തന്നിലുള്ള മായയെ അവലംബിച്ച് ബഹുരൂപികളായി തീർന്നു എന്നേ അതിനർത്ഥമുള്ളൂ എന്ന് ഭാഗവതം സൂചിപ്പിക്കുന്നു. ആകാശത്തൊരു സൂര്യൻ, മള്ളിയൂരിൽ ഇപ്പോൾ ഈ തിരുമുറ്റത്ത് നിൽക്കുന്ന നമ്മൾ 1000 പേർ കയ്യിൽ അല്പം വെള്ളമെടുത്ത് മേപ്പോട്ട് നോക്കണ്ട, അവരുടെ കയ്യിലേക്ക് നോക്കിയാൽ നമ്മൾ 1008 പേർക്ക് 1008 സൂര്യനെ കിട്ടും. മേലോട്ട് നോക്കണ്ട. ആ സൂര്യൻ്റെ കയ്യിൽ കിട്ടിയ സൂര്യൻ്റെ ചൂട് കൊണ്ട് തന്നെ കയ്യിലെ വെള്ളവും ചൂടാവും. കയ്യിൽ വെള്ളം വേണം. മനസ്സാകുന്ന കയ്യിൽ ഭക്തിയുടെ ജലം നിറച്ച് ഭഗവാനെ ലഭിക്കുന്ന വഴി തിരുമേനി ഇവിടെ ഇരുന്ന് പറഞ്ഞതായി ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. 2008 ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പറയണമെന്ന് ചാനൽകാരൊക്കെ പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞ വാചകമായിരുന്നു, മനസ്സാകുന്ന പാത്രത്തിൽ ഭക്തിയുടെ വെള്ളമൊഴിച്ച് അവനവൻ്റെ കൈത്തലത്തിലേക്ക് നോക്കിയാൽ 9,87,00,000 മൈൽ അകലെ നിൽക്കുന്ന സൂര്യനെ കിട്ടുമെങ്കിൽ ഈശ്വരനെ പ്രാപിക്കാൻ ഭക്തി ഒന്ന് മതി. നിങ്ങൾ ഇത്രയും കാലം ചെയ്ത കർമ്മം ഞാൻ സന്തോഷവാനായിരിക്കുന്നു, എന്ത് വേണം നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്തി എന്ന് പറയണം എന്ന് മള്ളിയൂർ പൊന്നു തിരുമേനി ഇവിടെ ഇരുന്ന് പറഞ്ഞതും സാന്ദർഭികമായി സ്മരിക്കുകയാണ്. ഒറ്റ വാക്കിൽ ഉത്തരം പറയുക, ഭക്തി. ഭക്തന് അധീനനാണ് ഞാൻ, ഭക്തൻ്റെ പിന്നാലെ ഞാൻ നടക്കും, നിത്യവും ഭക്തിയോടെ എന്നെ പൂജിക്കുന്ന സത്യവാന്മാരുടെ ദാസനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഭഗവാന്റെ ചരിതമാണ് ഭാഗവത അമൃത സത്രത്തിലൂടെ പൊന്നു തിരുമേനിയുടെ 103 പിറന്നാൾ ഫെബ്രുവരി 2-ാം തീയതി നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നത്. എല്ലാത്തിനും ഒരു കാരണം വേണമല്ലോ. കാരണം കൂടാതെ കാര്യമുണ്ടാവില്ല എന്ന് ഭാഗവതത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. നൂലില്ലാതെ വസ്ത്രമില്ല, മണ്ണില്ലാതെ കുടമില്ല, പ്രാർത്ഥനയില്ലാതെ അനുഗ്രഹമില്ല. തിരുമേനി ജീവിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരാൾ ജന്മമെടുത്തില്ലായിരുന്നെങ്കിൽ ഈ സുഹൃതം നമുക്ക് അനുഭവിക്കാനും സാധിക്കില്ലായിരുന്നു. എന്തായാലും എല്ലാം ഭഗവാൻ തൻ്റെ മായ കൊണ്ട് സൃഷ്ടിച്ചിട്ട് ഏകനായ അദ്ദേഹം തന്നിലുള്ള മായയെ അവലംബിച്ച് ബഹിരൂപികളായി തീർന്നു. സായാഹ്നമായി ഭഗവാൻ കൂട്ടുകാരോടും ഗോവത്സങ്ങളോടും കൂടി എന്നും ചൊല്ലാറുള്ളത് പോലെ, നാമവും പാടി എന്നും ചെല്ലാറുള്ളത് പോലെ ഊടക്കൊല്ലം വിളിച്ച് ഗോപമാടത്തിൻ്റെ അടുത്തെത്തി. മുരളീനാഥം കേട്ട ഗോപാംഗനകൾ ഓടി വന്ന് ഭഗവാനെ എതിരേറ്റു. പശുക്കൾക്ക് തങ്ങളുടെ കുട്ടികളെ കണ്ടിട്ട് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ഓരോ പശുവും തൻ്റെ കുട്ടി തന്നെയാണെന്നുള്ള ബോധ്യത്തോടെ അതിനെ നക്കി മുട്ടി ഉരുമ്മി വാത്സല്യപൂർവ്വം പാല് കുടിപ്പിച്ചു. ഗോപന്മാർക്കും ഗോപനാരികൾക്കും തങ്ങളുടെ പുത്രന്മാരെ സംബന്ധിച്ചും യാതൊരു സംശയവും തോന്നിയില്ല. തലേ ദിവസം എങ്ങനെയായിരുന്നുവോ അതുപോലെ അന്നും മക്കളോടവർ പെരുമാറി. പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും അങ്ങനെ എന്നും പഴയതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരുമിച്ചവർ വൃന്ദാവനത്തിലെ പുൽവാടികളിൽ പോയി പശുക്കുട്ടികളെ മെച്ചുകൊണ്ടേയിരുന്നു. സംശയങ്ങൾ ആർക്കുമില്ല. എന്നാൽ
ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബലരാമസ്വാമിക്കൊരു സംശയം തൻ്റെ ഉൾക്കമലത്തിൽ ഉദിച്ചു. കഴിഞ്ഞ ആധാരകാലത്ത് അനിയനായി വന്ന ലക്ഷ്മണൻ ഈ അവതാരകാലത്ത് ജ്യേഷ്ഠനായി വന്നതാണല്ലോ. അന്ന് രാമ എന്ന് വിളിച്ചതിന് ഇപ്പം 2 അക്ഷരവും കൂടി കൂടുതൽ ചേർത്ത് ബലരാമ എന്ന് വിളിച്ച് കടം തീർത്തു. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെന്ന് ബലരാമസ്വാമി നമസ്കരിക്കുമ്പോൾ രഹസ്യമായി പറയും, ചേട്ടൻ എന്നുള്ള നിലയിൽ എന്നെ നമസ്കരിക്കുന്നത് ഇരിക്കട്ടെ, പക്ഷേ അങ്ങാരാണെന്ന് എനിക്കറിയാം. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താതിരിക്കാൻ അങ്ങ് നടത്തുന്ന നാടകമാണ്. പക്ഷേ ഞാൻ അനന്തൻ അങ്ങേ നമസ്കരിക്കണമല്ലോ. ഇതെന്തൊരു മായാവിലാസങ്ങളാണ് ഈ കാണുന്നത് കണ്ണ. ഈ പശുക്കുട്ടികളും പശുപാലക ബാലന്മാരും എല്ലാം മായാരൂപികളായി തോന്നപ്പെടുന്നു. ഇതിനുള്ള കാരണം എന്താണ്? ഈ വിധം ആലോചിച്ചുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ബലരാമസ്വാമി തൻ്റെ ജ്ഞാന കണ്ണിനാൽ ഭഗവാനെ വീക്ഷിച്ചപ്പോൾ പരമാർത്ഥം തെളിഞ്ഞു കണ്ടു. അനുജനെ ഗാഢാലിംഗനം ചെയ്തുകൊണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനെ ആലിംഗനം ചെയ്തുകൊണ്ട് ബലഭദ്രസ്വാമി അതിൻ്റെ തത്വം മനസ്സിലാക്കി ഭഗവാന്റെ ഗണ്ഡമണ്ഡലത്തിലൊന്ന് സ്നേഹപൂർവം ചുംബിച്ചു. അനന്താംശം കൊണ്ട് അവതീർണനായ ജ്യേഷ്ഠൻ ബലരാമസ്വാമി സകളനാണ്. മഹാവിഷ്ണുവായ ശ്രീകൃഷ്ണ ഭഗവാൻ നിഷ്കളനുമാണ്. സകളനും നിഷ്കളനും തമ്മിൽ ഒരുമിച്ച് പുൽകി പുണർന്നുകൊണ്ടിരിക്കുന്ന മുഹൂർത്തം ദേവന്മാർ കണ്ടു. ആ നിലയിൽ ആലിംഗനം ചെയ്യുന്ന വേളയിൽ നിഷ്കളനായ ശ്രീകൃഷ്ണ ഭഗവാൻ സകളനായ ബലരാമസ്വാമിയെ തൻ്റെ മായയിൽ മയക്കി. അതോടുകൂടി ബലഭദ്രസ്വാമിക്കുണ്ടായ സംശയം ദൂരീകൃതമായി. വത്സസ്തയം കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 വർഷമായി. ബ്രഹ്മദേവന് അതൊരു നിമിഷമാണ്. താൻ മറച്ചു വെച്ച പശുക്കുട്ടികളുടെയും ഭഗവാന്റെ കൂട്ടുകാരുടെയും സ്ഥിതി എങ്ങനെയാണെന്നറിയാൻ വേണ്ടി ബ്രഹ്മദേവൻ ആകാശത്തിൽ നിന്നുകൊണ്ട് വൃന്ദാവനത്തിലേക്കൊന്നു നോക്കി. ഓ, അത്ഭുതപ്പെട്ടു പോയി. അന്നാണ് ഈ CCTV ആരംഭിക്കുന്നത്. അദ്ദേഹം അവിടെ നിന്ന് നോക്കി അത്ഭുതപ്പെട്ടു പോയി. താൻ മറച്ചു വെച്ച കുട്ടികൾക്കും പശുക്കുട്ടികൾക്കും പകരം അതേ രൂപസാദൃശ്യങ്ങളോട് കൂടിയ അത്രയും കുട്ടികളും പശുക്കുട്ടികളും നന്ദനന്ദനായ ഭഗവാന്റെ സമീപത്ത് നിൽക്കുന്നു. ബ്രഹ്മാവാകെ ഒന്ന് പകച്ചുപോയി. ശ്രീകൃഷ്ണ ഭഗവാനെ പരീക്ഷിക്കാൻ പ്രയോഗിച്ച മായയ്ക്ക് പകരം താനാണിപ്പോൾ മായയാൽ മോഹിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിചാര വികൽപ്പത്തോടെ ബ്രഹ്മദേവൻ വീണ്ടും ഒന്ന് വീക്ഷിച്ചു. ബ്രഹ്മദേവന് സംഭ്രമം തോന്നുമാറ് ആ ഗോപബാലന്മാരും ഗോവത്സങ്ങളുമെല്ലാം മഹാവിഷ്ണു രൂപികളായി കാണപ്പെട്ടു. ശംഖചക്ര ഗദാപത്മങ്ങളടങ്ങിയ ചതുർബാഹുക്കളോടും പ്രഭാപൂരം വിതറുന്ന രത്നകിരീടങ്ങളോടും നീല അളകങ്ങളാലും പുണ്ഡ്രങ്ങളാലും പരിശോഭിതമായ വിശാലമായ നെറ്റിത്തടത്തോടെ, പഞ്ചമി ചന്ദ്ര സമാന ലലാടം എന്നാണല്ലോ ഭഗവാന്റെ നെറ്റിത്തടത്തെ പറ്റി പറയുന്നത്. ദേവിയുടെ അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളയസ്ഥല ശോഭിതായേ നമഃ എന്നാണ്. അപ്പം വിശാലമായ ആ നെറ്റിത്തടം, നീണ്ടിടംപെട്ട ചെന്താമരദള നയന യുഗളങ്ങൾ, ഗണ്ഡമണ്ഡല ശോഭിതങ്ങളായ മകരകുണ്ടലങ്ങൾ, മന്ദസ്മിതാർദ്രമായ മധുരസുന്ദരമായ വദനാരവിന്ദത്തോടും ശ്രീവത്സാംഗിത തിരുവക്ഷസോടും വനമാല, തുളസിമാല, കൗസ്തുഭമാല തുടങ്ങിയ കണ്ട ആഭരണങ്ങളോടും കടകകങ്കണ നോപുര കടിസൂത്രാദി ദിവ്യ ആഭരണ സഞ്ചയങ്ങളോടും പരിവേഷ്ടിത ചേതോഹര മഞ്ഞപ്പട്ടോടും
ശ്യാമകാമള കളേബരത്തോടും കൂടിയ അനവധി മഹാവിഷ്ണു രൂപികൾ വൃന്ദാവനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട ചതുർമുഖൻ ചഞ്ചല ഹൃദയ പരവശനായി. ആ കൂട്ടത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രത്യേകം കാണാനില്ല. എല്ലാം ഒരേ രൂപികൾ. ഓരോ മഹാവിഷ്ണുവിൻ്റെയും നാഭിയിൽ നിന്ന് മുളച്ച താമര പോയിൽ ഓരോരോ ബ്രഹ്മാവും സ്ഥിതി ചെയ്യുന്നു. തന്നെ കൂടാതെ വേറെയും അനവധി ബ്രഹ്മാക്കന്മാർ. ബ്രഹ്മദേവൻ നടുങ്ങിപ്പോയി. അതാ അവർ ഓരോരുത്തരും അതാത് വിഷ്ണു ഭഗവാന്റെ മുമ്പിൽ വണങ്ങി നിൽക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു വിഷ്ണുവിൻ്റെ മുന്നിൽ വണങ്ങി നിൽക്കുന്ന തന്നെയും അദ്ദേഹം കണ്ടു. കൃഷ്ണ, ഭഗവാനെ, മാധവ, കണ്ണ, ഈ 14 ലോകങ്ങൾക്കും നാരായ നാരായണ ഒരു വിളി വിളിച്ചു ബ്രഹ്മദേവൻ. ഭഗവാനെ പൊറുക്കണം, ക്ഷമിക്കണം. നിന്തിരിവടിയുടെ മായയെ പരീക്ഷിക്കാൻ തുടങ്ങിയ ഈ അജ്ഞാനിയായ ദാസനെ നിന്തിരിവടി മായാസമുദ്രത്തിൽ മുക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. മനോവേദനയോടെ മലർമകൻ മാഴികി മനനം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ബ്രഹ്മാവ് വന്ന് യഥാർത്ഥ ബ്രഹ്മാവിനോട് ചോദിച്ചു, നീ ആരാണ്? നിനക്കാരാണ് ഈ ബ്രഹ്മപട്ടം തന്നത്? ഇപ്പോഴത്തെ ബ്രഹ്മാവ് ഞാനാണ്, പൊക്കോളോ പുറത്ത്. നിന്നെ ഇനി ഇവിടെ കാണാൻ പാടില്ല, നിന്റെ ബ്രഹ്മപട്ടം അവസാനിച്ചിരിക്കുന്നു. പത്രത്തിൽ വായിച്ചാണ് അടുത്ത സമയത്ത് ഒരു ടി-ടിയുടെ വേഷമണിഞ്ഞ് ട്രെയിനിൽ ഒരു ടി-ടി, യഥാർത്ഥ ടി-ടി കൊല്ലത്തൊന്ന് കയറിയപ്പോഴാണ് മറ്റേത് മായ ടി-ടി എന്ന് മനസ്സിലായത്. വേഷം അണിഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ചു, ടിക്കറ്റൊക്കെ കാണിച്ചു, ഫൈനടിച്ചു, കൊടുത്തു. യഥാർത്ഥ ടി-ടി കയറിയപ്പോൾ മറ്റേ ടി-ടിയെ വ്യാജ ടി-ടിയാണെന്ന് മനസ്സിലാക്കിയതുപോലെ ഭയങ്കരമായ കൂരിരുളിൽ ആരും തുണയില്ലാതെ ഉഴലുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ ഭയാക്രാന്തനായി ബ്രഹ്മദേവൻ മുഖം താഴ്ത്തി കൈകൂപ്പിക്കൊണ്ട് ദേവകീനന്ദനായ കൃഷ്ണ, മാധവ 4 മുഖങ്ങളും താഴ്ത്തി നിൽക്കുകയാണ്. വസുദേവാത്മജ, ഗോപികാരമണ, വൃന്ദാവന വിഹാരി, അമ്പാടിമണി ദ്വീപമേ, നന്ദനന്ദന, യശോദ സുഹൃത സന്താനമേ, സച്ചിദാനന്ദ സ്വരൂപമേ, ഭക്തജന ഹൃദയസ്ഥിത പുണ്യ വിഗ്രഹമേ, എന്തെല്ലാം വിളിക്കാമോ അതെല്ലാം ചേർത്ത് വിളിച്ചു. ഇന്ദിരാ രമണ മാണിക്യ രത്നമേ, അഹന്ത കൊണ്ടുണ്ടായ അടിയൻ്റെ അപരാധം പുറത്ത്, അടിയനെ മോഹാന്ധകാരത്തിൽ നിന്ന് കരകയറ്റണേ കൃഷ്ണ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ ഭക്തപരായണനായ ഭഗവാൻ തൻ്റെ മായയെ ഉപസംഹരിച്ചു. വൃന്ദാവനത്തിൽ കാണപ്പെട്ട സർവ വിഷ്ണു രൂപികളും തിരോഭുതരായി. ഓടക്കുഴലും കാലിക്കോലും പിടിച്ചുകൊണ്ട് കൊടക്കാർ വർണ്ണനായ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രം അവിടെ നിൽപ്പുണ്ട്. കണ്ണൻ്റെ കാളിന്തി നദി പഴയപടി ഒഴുകുന്നു. വൃന്ദാവനം ഒരു സുന്ദരിയെ പോലെ വിലസുന്നു. ആ വൃന്ദാവനത്തിലെ മണൽത്തരികളിൽ ഇരുന്നു കൊണ്ട് മള്ളയൂർ തിരുമേനി വായിച്ച ഭാഗവതത്തിൻ്റെ ഒരു തരംഗം നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അമ്പലപ്പുഴയിൽ തിരുമേനി അത് സൂചിപ്പിച്ചു. ഞങ്ങൾക്ക് ശ്രോതാക്കളായിരിക്കുന്ന ഒരു വേളയിൽ ആ വൃന്ദാവനത്തിൽ നിന്ന് പോകണമെന്ന ആഗ്രഹം തിരുമേനിയുടെ മനസ്സിലെ അവിടേക്ക് വിളിക്കുന്നത് പോലെ, ഭഗവാൻ വിളിക്കുന്നത് പോലെ തോന്നുകയും അവിടെ ചെന്നപ്പോൾ ഒരു കുരങ്ങൻ ഓടി അടുത്തേക്ക് വരികയും തിരുമേനി ആ കുരങ്ങന് പഴമെടുത്ത് കൊടുക്കുകയും ആ പഴം പൊളിച്ച് തിന്നിട്ട് പഴത്തൊലി കയ്യിൽ വെച്ചുകൊണ്ട് അകലെയൊക്കെ നോക്കി നിൽക്കുന്ന കുരങ്ങൻ, വളരെ അകലെ ഒരു പശു നിൽക്കുന്നതായി കുരങ്ങിന് ബോധ്യപ്പെട്ടു. കയ്യിൽ പഴത്തൊലിയുമായി നിൽക്കുന്ന കുരങ്ങനെ പശുവും കണ്ടു. പശു ഓടി വന്നു. കുരങ്ങനെ അങ്ങോട്ട് ചെന്ന് പഴത്തൊലി പശുവിൻ്റെ വായിൽ വെച്ച് കൊടുത്തിട്ട്
പശുവിനെ തലോടുന്നു. തിരുമേനി കണ്ണുകൾ നിറഞ്ഞൊഴുകി പറഞ്ഞു, ഇതാ അന്നത്തെ കുരങ്ങനും അന്നത്തെ പശുവും തന്നെ. അമ്പലപ്പുഴയിൽ അത് വിശദീകരിച്ചപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ വൃന്ദാവനത്തിലെ ഓരോ മണൽത്തരികളിലും, മധുരയിലെയും കാശിയിലെയും വാരാണസിയിലെയും അയോധ്യയിലെയും ഓരോ മണൽത്തരികളിലും ഈശ്വര പ്രഭാവം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ശ്രീരാമ പ്രതിഷ്ഠ അയോധ്യയിൽ നടന്ന ഒരു കാലഘട്ടത്തിലാണ് 103-ാം പിറന്നാൾ എന്നതും പ്രസ്താവയോഗ്യമാണ്. തിരുമേനിയുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അന്നത്തെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുരങ്ങനും ത്രേതായുഗത്തിൽ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനായി വന്നപ്പോൾ അന്ന് കൂടെ നിന്ന പശുവും അല്ല ഇതെന്ന് എങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്ന ഒരു മുഹൂർത്തം. ഭക്തിയുടെ തലങ്ങളിലേക്ക് മനുഷ്യ മനസ്സിനെ ഉയർത്തിയ ഭാഗവത ഹംസത്തിന് നേരിട്ട് മനസ്സിലായും കാണാനും സാധിക്കുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ കണ്ണാടി വച്ചിരിക്കുന്നത് അക്ഷരമില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ കണ്ണുകൾ കൊണ്ട് അത് കാണാൻ പറ്റാഞ്ഞിട്ടാണ്. കണ്ണാടി വെച്ച് തരേണ്ടത് പീഡിയാട്രീഷ്യനോ ഗൈനക്കോളജിസ്റ്റോ കാർഡിയോളജിസ്റ്റോ അല്ല, അതിന് ഐ സ്പെഷ്യലിസ്റ്റുണ്ട്. അതേപോലെ മള്ളിയൂർ പൊന്നു തിരുമേനിയെ പോലെയുള്ള മഹാഗുരുക്കന്മാർക്ക്, ഈശ്വരൻ പോലും നമസ്കരിക്കുന്ന മഹാഗുരു, വിശ്വാമിത്രനും വസിഷ്ഠനും അഗസ്ത്യനും ആണ് എന്നെ ഈ നിലയിൽ എത്തിച്ചതെന്ന് പറയുന്ന ശ്രീരാമചന്ദ്രനാണ് രാമായണത്തിൽ. പേരിട്ട ഗർഗമുനിയും പഠിപ്പിച്ച സന്ദീപനിയും ഇല്ലെങ്കിൽ നമ്മളിങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് സുധാമാവിനോട് ചോദിക്കുന്ന ശ്രീകൃഷ്ണനാണ് നമുക്ക് ഭാഗവതത്തിൽ. കലിയുഗത്തിൽ പൂന്താനം തിരുമേനിയെ പോലെ വന്ന് ഭാഗവത ധർമ്മത്തിൻ്റെ മഹത്വങ്ങൾ നിഷ്കാമമായി ലോകത്തിന് അറിയിച്ചു കൊടുത്ത തിരുമേനിയെ കണ്ടിട്ടില്ലാത്തവർ പോലും ഇന്ന് അത് ഉള്ളുകൊണ്ട് കണ്ട് അറിഞ്ഞ് അനുഭവിക്കുന്നു. അയ്യപ്പ സത്രം ആലങ്ങാട് നടന്നപ്പോൾ പ്രകാശനറിയാം, ധാരാളം പേർ ആ ചിത്രത്തിൻ്റെ മുന്നിൽ വന്ന് പുഷ്പാർച്ചന നടത്തി. ഇങ്ങനെയൊരു മഹാഗുരു ജീവിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ ഭാഗവതത്തിൻ്റെ അപ്രമേയമായ ചില കാര്യങ്ങൾ വർഷത്തിൽ 2 പ്രാവശ്യം മള്ളിയൂരിൽ വന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ എന്ന് പറയുന്ന അനേകങ്ങൾ. എന്തായാലും ബ്രഹ്മദേവൻ്റെ ഈ കർമ്മവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മദേവൻ താഴെ ഇറങ്ങി വന്ന് താണ് തൊഴുത ഭഗവാനെ നമസ്കരിച്ചു. വീണ്ടും വീണ്ടും നമസ്കരിച്ച് തൻ്റെ അപരാധം പൊറുക്കണമെന്ന് അപേക്ഷിച്ചു. കമലാസനെ 2 കൈകൾ കൊണ്ടും കമലാകാന്തൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കമലാസനെ കമലാകാന്തൻ എഴുന്നേൽപ്പിച്ചു. കമലാകാന്തൻ കമലാസനോട് കനിഞ്ഞരുളി, ബ്രഹ്മദേവ, എന്നെ എന്താ വിചാരിച്ചേ? എന്നോട് എന്തിനാണ് ഈ കർമ്മങ്ങൾ ചെയ്തത്? ഞാൻ എന്ത് ചെയ്തു? ഞാൻ അങ്ങയോട് എന്ത് തെറ്റ് ചെയ്തു? നിന്ദ്രമണിക്ക് ഞാൻ സർവ്വ അനുഗ്രഹങ്ങളും നൽകുന്നു. ഇങ്ങനെ പെരുമാറിയാലും സമാധാനത്തോടെ പോണം. ഞാൻ അമ്പാടി ചെല്ലുമ്പോൾ നാട്ടുകാർ എന്നെ ആക്ഷേപിക്കുന്നതും എൻ്റെ അമ്മ കോലെടുത്ത് തല്ലുന്നതും കാണാനല്ലേ ഈ കർമ്മം ചെയ്തത്. അതിനെനിക്ക് ഈശ്വരൻ തുണയുണ്ടായിരുന്നു, മഹാവിഷ്ണു. അവളിൽ നിന്നാണ് ഞാൻ വന്നത്. ലോകപിതാമകനായ അങ്ങ് കേവലം 5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൊച്ചു ബാലനോട് ഈ വിധം മായക്കളി കാട്ടിയത് ധർമ്മമാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കും. ധർമ്മത്തിന് ഇംഗ്ലീഷ് വാക്കില്ലല്ലോ, വേറെ DHARM എന്നേ എഴുതാറുള്ളൂ. ഗുരുത്വത്തിനും ഇംഗ്ലീഷ് വാക്കില്ല. ഫിസിക്സൊക്കെ പഠിപ്പിക്കുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നൊക്കെ പറയുമെങ്കിലും അയാളൊരു ഗുരുത്വമില്ലാത്ത ആളാണെന്ന് പറയുന്നതിന് അയാളൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞാൽ പോരല്ലോ. ധർമ്മവും ഗുരുത്വവും പഠിക്കാനാണ് ഭാഗവതം. ഗുരുവായൂരപ്പൻ ഇവിടെ വന്ന് മഹാഗണപതിയുടെ സന്നിധാനത്തിൽ ഇരുന്നതും തിരുമേനിയോടുള്ള വാത്സല്യവും സ്നേഹവും ആദരവും കൊണ്ടാണ്. വാത്സല്യവും സ്നേഹവും ആദരവും വളരെ ശ്രദ്ധയോടുകൂടി പ്രയോഗിക്കേണ്ട 3 വാക്കുകളാണ്. അങ്ങനോട് ഇത് കാണിച്ചത് ധർമ്മമാണോ? പശുക്കുട്ടികളും കൂട്ടുകാരും കൂടാതെ ഞാൻ വീട്ടിൽ ചെന്നാൽ
അമ്മ എന്നെ തല്ലുമായിരുന്നില്ലേ? ഞാൻ തല്ലുകൊണ്ട് കരയുന്നത് കാണാൻ അങ്ങ് ഇഷ്ടപ്പെട്ടു അല്ലേ? നിന്തിരിവടി മായക്കളി കാണിച്ചത് കൊണ്ടാണ് ഞാനും എൻ്റെ മായക്കളി അങ്ങയോട് കാട്ടിയത്. ബ്രഹ്മദേവൻ പശ്ചാത്താപത്തോടെ നിന്നു. കൃഷ്ണ വാസുദേവ, ഈ വിധം കൽപ്പിച്ച് എന്നെ വേദനിപ്പിക്കാതിരിക്കൂ. അവതാരങ്ങളിൽ വെച്ച് സർവോത്കൃഷ്ടവും ശ്രേഷ്ഠവുമായ അവതാരം ശ്രീകൃഷ്ണ അവതാരമാണെന്ന് എനിക്ക് മനസ്സിലായി. മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണത്വം നിന്തിരിവടിയിൽ പ്രതിബിംബിക്കുന്നു. അത് ഞാൻ കണ്ടു കഴിഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ മഹാവിഷ്ണുവും മഹാവിഷ്ണു ശ്രീകൃഷ്ണനുമാണ്. ദുഷ്ട നിഗ്രഹത്തിനും ശിഷ്ട പരിപാലനത്തിനും ധർമ്മ സംസ്ഥാപനത്തിനും വേണ്ടി അങ്ങ് അവതരിച്ചതാണെന്നും എനിക്കറിയാം. ആ വിധം ശ്രീകൃഷ്ണ ഭഗവാന്റെ മാഹാത്മ്യത്തെ വാഴ്ത്തിക്കൊണ്ട് ബ്രഹ്മദേവൻ വിഹായസിൽ മറയുകയാണ്. ബ്രഹ്മമായയും മാഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മട്ടിൽ ഗോപാല ബാലന്മാർ അവിടെ ഇരിക്കുന്നതായി കാണപ്പെട്ടു. പശുക്കുട്ടികളെയും മാടിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനും അവിടെ ആഗമിക്കുന്നതായി അവർക്ക് തോന്നി. മായയുടെ ശക്തിയാൽ ഒരു വർഷം തള്ളിപ്പോയത് അവരാരും അറിഞ്ഞില്ല. അന്ന് വൈകുന്നേരം അവരവരുടെ വീടുകളിൽ എത്തിയപ്പോൾ അഘാസുരൻ്റെ വയറ്റിൽ തങ്ങൾ പ്രവേശിച്ചതും ശ്രീകൃഷ്ണ ഭഗവാൻ ആ അസുരനെ വധിച്ചതുമെല്ലാം അവർ അമ്മയെയും അച്ഛനെയും പറഞ്ഞു കൽപ്പിച്ചു. ഭഗവാന്റെ 5ാമത്തെ വയസ്സിൽ നടന്ന ആ കഥ ചരിത്രം 6ാമത്തെ വയസ്സിലാണ് അന്ന് നടന്നതെന്ന പോലെ ഗോപകുമാരന്മാർ പറയുന്നത്. യശോദയോ നന്ദഗോപനോ മറ്റ് ഗോപന്മാരോ ഗോപസ്ത്രീകളോ ആരും തന്നെ ആ മറിമായം മനസ്സിലാക്കിയില്ല എന്നാണ്. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കാലത്തിന് പൗഗണ്ഡം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ആ കാലത്തുള്ള ലീലാവിശേഷങ്ങളാണ് പിന്നീട് ഭാഗവതത്തിൽ പറയാൻ തുടങ്ങുന്നത്. ഭഗവാന്റെ അപാരമായ മഹിമാവിശേഷം ബ്രഹ്മദേവനെ പോലെ ദേവകളെയും മഹർഷി പുങ്കവന്മാരെയും അത്യധികം വിസ്മയിപ്പിച്ചു. കൃത, ത്രേത, ദ്വാപര, കലിയുഗങ്ങളിൽ വിസ്മയിപ്പിച്ച മഹോന്നതമായ ദർശനങ്ങൾ നമുക്കറിയാം. യുഗസന്ധിയിൽ ഏകദേശം അതുല്യ പ്രഭാവത്തോടു കൂടിയ ഒരു ദിവ്യാവതാരമുണ്ടായത് ലോക രക്ഷയ്ക്കും ധർമ്മ സംസ്ഥാപനത്തിനും വേണ്ടി മാത്രമാണ് എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. കലിയുഗത്തിൽ സംഭവിക്കുന്ന ധർമ്മഭ്രംശത്തിന് ശാന്തി നൽകുവാനും കൂടിയായിരുന്നു. ഇത്രയൊക്കെ മഹാത്മ്യമേറിയ ശ്രീകൃഷ്ണ അവതാരത്തെക്കുറിച്ച് ബ്രഹ്മദേവൻ്റെ ഉള്ളിൽ അപ്പോഴും ഒരു സംശയം ഊന്നി നിന്നിരുന്നു. അഹങ്കാരത്തിൻ്റെ അഹന്തയുടെ ഇരുട്ടായിരുന്നു ആ സംശയം. പിന്നെയാണോ മനുഷ്യന് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ബ്രഹ്മദേവൻ ഇങ്ങനെ തോന്നിയെങ്കിൽ സാധാരണക്കാരനായ മനുഷ്യൻ്റെ അവസ്ഥയോ? കേൾക്കണ്ടാത്തതൊക്കെ കേട്ട്, കാണണ്ടാത്തതൊക്കെ കണ്ട്, പറയണ്ടാത്തതൊക്കെ പറഞ്ഞ്, ഒരു പ്രയോജനമില്ലാത്തവരുടെ മുന്നിൽ ചെന്ന് തൊഴുത്, ഒരു കാര്യവുമില്ലാത്ത സ്ഥലത്ത് വട്ടമിട്ട് നടക്കുന്ന മനുഷ്യ. ഈ 2 കാലുകളും എല്ലാം 2ആണല്ലോ. 2 കാലുകൾ, 2 കൈകൾ, 2 കണ്ണ് എന്ന് ഒരിക്കലൂടെ പറഞ്ഞപ്പോൾ അന്ന് വൈകിട്ട് തിരുമേനി എന്നെ തിരുത്തിയത് ഞാൻ നന്ദിപൂർവ്വം ഓർക്കാം. 2 കണ്ണ് എന്നൊരിക്കലൂടെ പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു 2 കണ്ണല്ല 2 കണ്ണുകൾ. ഞാൻ ദണ്ഡനമസ്കാരം ചെയ്തു. 2 കണ്ണെന്ന് പറഞ്ഞത് തെറ്റാന്നല്ല പറഞ്ഞ്. 2 കണ്ണെന്ന് പറയുന്നതിനേക്കാൾ 2 കണ്ണുകൾ എന്ന് പറയുന്നതാണ് ഭംഗി. അപ്പോൾ അതുപോലും ശ്രദ്ധിക്കുന്നു. 2 കാലുകൾ, 2 കൈകൾ, 2 കണ്ണുകൾ,
2 ചെവികൾ, മൂക്കൊന്നേ ഉള്ളെങ്കിലും 2 ദ്വാരം, കിഡ്നി 2, ആമാശയം 4, നാവ് മാത്രം 1. ഓ നന്നായി, അതുകൂടെ 2 ആവാഞ്ഞത്. അത് മാത്രം 1 തന്നു. വാഴയ്ക്ക് കൂമ്പ് വരുന്നത് പോലെ ഏതോ ഒരു സമയത്ത് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ ആ നാവ് വരികയാണ്. ചെവിക്ക് ദ്വാരമിടുന്നു, മൂക്കിന് ദ്വാരമിടുന്നു. ആലോചിച്ച് നോക്കൂ. ഈശ്വരീയ സങ്കല്പത്തിൽ നമ്മളെ സൃഷ്ടിക്കുന്ന മാതാപിതാക്കൾ അവരാണല്ലോ നമ്മുടെ ബ്രഹ്മാക്കൾ. ലോകത്തിൻ്റെ ബ്രഹ്മദേവൻ ഈ മായയിൽ പകച്ചു പോയെങ്കിൽ ശ്രീകൃഷ്ണ വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കാനോ അതിനുവേണ്ടി ഒരു ദിവസം ഒരു 12 മിനിറ്റ്, അരനാഴിക നേരമെങ്കിലും വിനിയോഗിക്കാതെ, നാമം ജപിക്കാതെ, ഈശ്വരീയ ധർമ്മത്തിൻ്റെ മഹിമയും മഹത്വവും അറിയാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് മള്ളിയൂരിൽ നടക്കുന്ന ഭാഗവത അമൃത സത്രം ലോകം മുഴുവൻ കേൾക്കുമ്പോൾ, അറിയുമ്പോൾ, ഭാഗവതത്തിൻ്റെ പുതിയ തലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ മഹാഗ്രന്ഥത്തിൻ്റെ വൈഭവം നമുക്ക് മനസ്സിലാവും. പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഭഗവാന്റെ ബാല്യകാലത്ത് നടന്ന ലീലകൾ ഏതോ 10-40 വയസ്സുള്ളപ്പോൾ ചെയ്തതുപോലെ 10-60 വയസ്സുള്ളവർ ധരിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ഭഗവാൻ ആ ഗോപികമാരുടെ വസ്ത്രങ്ങൾ തിരിച്ചു കൊടുത്തതായി ഭാഗവതത്തിൽ കാണുന്നില്ലല്ലോ. 10-40 വയസ്സുള്ള ഭഗവാൻ വസ്ത്രമെടുത്തതുപോലെയാണ് ചിന്തിക്കുന്നത്. ആ സമയത്ത് 6 വയസ്സാണ് പ്രായം എന്നിപ്പോഴും നമ്മുടെ ആളുകൾക്ക് അറിയില്ല. അപ്പം ഈ ബാലലീലകളെല്ലാം പ്രപഞ്ച നിയമങ്ങളുമായി ബന്ധപ്പെടുത്തി നദിയിൽ വസ്ത്രം കൂടാതെ കുളിക്കുന്നത് ആ വെള്ളത്തെ അശുദ്ധമാക്കുകയാണെന്നും അത് 6 വയസ്സിലെ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായ ഭഗവാൻ ഈശ്വരീയ ധർമ്മങ്ങളുടെ കർമ്മങ്ങൾ മനസ്സിലാക്കി തിരുമേനി ഒരിക്കൽ ഇവിടെ വിശദീകരിച്ചപ്പോൾ ഉള്ള ഒരു ഓർമ്മ, പശുവിൻ്റെ പാല് നീ മോഷ്ടിച്ച് കുടിച്ചല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞത്, പശുവിൻ്റെ പാല് ഞാനല്ല മോഷ്ടിച്ചത്, പശുവിൻ്റെ പാല് നിങ്ങളാണ് മോഷ്ടിച്ചത്. പശുവിൻ്റെ പാലിൽ അതിന് കുഞ്ഞിന് വേണ്ടിയുള്ളതായിരുന്നു. കുഞ്ഞിനെ ഇട്ട് പാല് ചുരത്തിച്ചിട്ട് നിങ്ങൾ ചെയ്ത തെറ്റ് ആ കുഞ്ഞിനെ അമ്മയുടെ മുന്നിൽ തന്നെ കെട്ടിയിട്ടു. എന്നിട്ട് പാല് കറന്നെടുത്തിട്ട് എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് വിൽക്കാൻ പോയി. ഇവൻ ഇവിടെ വ്യാഖ്യാനിച്ചതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരു മുഹൂർത്തമാണ്. പാല് ഞാൻ മോഷ്ടിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, നിങ്ങൾ എന്നെ അന്യനായി കണ്ടുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇനി ഞാൻ വരില്ല. അവർ പുറകെ നടന്നൊന്ന് വരാൻ, മോഷ്ടിച്ചൊന്ന് കുടിച്ചോന്ന് പറയാൻ. അപ്പം പശുവിൻ്റെ പാല് പശുവിൻ്റെ കുഞ്ഞിനുള്ളത് നിങ്ങൾ കറന്നെടുത്ത് ആ കുഞ്ഞിന് കൊടുക്കാതെ എൻ്റെ പേര് പറഞ്ഞ് വിൽക്കാൻ പോയപ്പോൾ ഒരു കലം തല്ലി പൊട്ടിച്ചതിന് 1 രൂപ 99 പൈസയുടെ ഉണങ്ങിയ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കലം പൊട്ടിച്ചതിന് പാവം എൻ്റെ അമ്മ സ്വർണ്ണക്കലം തന്നേന് ഈ കലം പൊട്ടിച്ച എന്നെ ചീത്തയും പറഞ്ഞ് അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അമ്മ നിങ്ങൾക്ക് സ്വർണ്ണക്കലം തന്നേന് നിങ്ങൾ അടുത്ത ദിവസം 2 മൺകലം വെച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു, ഞാനത് പൊട്ടിച്ചില്ല, നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്, 2 സ്വർണ്ണക്കലം അമ്മ തരുമെന്ന് വിചാരിച്ചല്ലേ കൊണ്ടുപോയത് എന്ന് ചോദിച്ചത് പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടില്ല. പക്ഷേ മള്ളിയൂർ തിരുമേനിയുടെ മസ്തകത്തിൽ അത് വന്നത് ഇവിടെ രസകരമായി അവതരിപ്പിച്ച ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ട്. ആ ഈശ്വരീയ ധർമ്മം ഇന്ന് ഭാഗവത കഥാ കോകിലം വ്യാസൻ ശുഗൻ എന്നതുപോലെ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി തൃപ്പാദങ്ങളും ഭാഗവതത്തിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഈശ്വരീയ ധർമ്മത്തെ അറിയാനും അനുഭവിക്കാനും ധാരാളം പേർ ഭാഗവത മൂലം സത്രത്തിൽ ഓരോ സ്ഥലങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയും അതിൻ്റെ മണ്ണിൽ ആ വിത്ത് വളർന്ന് പടർന്ന് പന്തലിച്ച മണ്ണിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ വിനായക ചതുർത്ഥിക്കും ജയന്തിയോടും അനുബന്ധിച്ച് വളരെ വിശാലമായി ഭാഗവത അമൃത സത്രവും നടത്തിക്കൊണ്ടിരിക്കുന്നു. 100 കണക്കിന് ഭക്തജനങ്ങൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതറിയാനും അനുഭവിക്കാനും ഞങ്ങൾക്കൊക്കെ ഒരു അനുഗ്രഹവും ഈശ്വരീയ ധർമ്മത്തിൽ മഹത്തായ കുടുംബത്തിലെ അനുഗ്രഹവും ഒക്കെ പകർന്നു നൽകിയ ആ മഹാഗുരുനാഥനെ മറക്കാതിരിക്കാൻ ഞങ്ങളും സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്ന് മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലെ പരമേശ്വരൻ തിരുമേനിയെയും ദിവാരൻ തിരുമേനിയെയും സഹധർമ്മിണിമാരെയും മക്കളെയും ചേച്ചിമാരെയും ഒക്കെ നമസ്കരിച്ച് ഞങ്ങളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ദേശത്ത് എന്നാലും ഞങ്ങളവിടെ ചെല്ലും. മഞ്ചേരിയിലും പന്തളത്തും
ഒക്കെ ഞങ്ങളും പോകാറുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ആ നാട്ടുകാർ തിരുമേനിയുടെ മക്കൾ എന്ന നിലയിൽ അവരെയും ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ ഞങ്ങൾ ഇടക്കരയിലൊക്കെ കണ്ടിട്ടുണ്ട്. എവിടെയായാലും ഒരു ദിവസവും ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ എത്താനും ഈ ആധ്യാത്മിക കർമ്മങ്ങളിൽ പങ്കാളികളാകാനും ഒക്കെ ഞങ്ങൾ പരിശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വലിയ അവസരം ആനപ്പുറത്തിരിക്കുമ്പോൾ ഉള്ള വലിപ്പം ആനയുടെയാണ്, ഇരിക്കുന്ന ആളിൻ്റെ അല്ല. കാറ്റടിക്കുമ്പോൾ ഇല പറക്കുന്നത് ആ കാറ്റിൻ്റെ ശക്തി കൊണ്ടാണ്, ഇലയുടെ കഴിവുകൊണ്ടല്ല. അങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരെ ഭാഗവതത്തിൻ്റെ ധർമ്മത്തിലേക്ക് ഉയർത്തി ഈ മഹോന്നതമായ തത്വം അറിയാനും മനസ്സിലാക്കാനും 9:30 മുതൽ 10:30 മണി വരെയുള്ള സമയം ഭാഗവത സത്രത്തിലും അങ്ങനെ തന്നെയാണ്. തിരുവേണി തുടങ്ങിയ ഭാഗവത സത്രവും ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പം കണ്ണൂരിലായിരുന്നു, അടുത്തത് തിരുവല്ലയിലാണ്. അതൊക്കെ മംഗളകരമായി നടക്കാൻ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. 10:30-ക്കുള്ള പ്രഭാഷക എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ കരളിൽ വിവേകം കൂടാതെ കണ്ട അരനിമിഷങ്ങളായാതെ ഈ മഹോന്നതമായ തത്വം നമുക്ക് അനുഭവിക്കാനും അറിയാനും എല്ലാ വർഷവും വിനായക ചതുർത്ഥിക്കും, അടുത്ത വർഷം 104-ാം പിറന്നാൾ ഫെബ്രുവരി 2-ാം തീയതി നടക്കുമ്പോഴും നമുക്ക് വരാനുള്ള ആയുസ്സും അനുഗ്രഹവും അനുവാദവും അവസരവും നമുക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സമയവും സൗകര്യവും സമ്പത്തും സന്മനസ്സും മള്ളിയൂരിൽ അർപ്പിച്ച് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ അംഗങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞൊരു ഭാഗ്യസ്വക്ത പുഷ്പാഞ്ജലിയും ഒരു ആയുർസ്വക്ത പുഷ്പാഞ്ജലിയും ഒരു നിറപറയും ഒക്കെ സമർപ്പിച്ച് ഈ മഹോന്നതമായ തത്വം നമുക്കൊക്കെ ഈ മണ്ണിൽ ജീവിക്കാൻ കഴിയുന്നിടത്തോളം കാലം ഇവിടെ എത്താനുള്ള അനുവാദം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് അനുവാദവും അവസരവും അനുഗ്രഹവും നമുക്ക് ലഭിക്കുമ്പോൾ ഇവിടെ സമർപ്പിക്കുമ്പോൾ 100 രൂപ കിട്ടുമ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പേരിൽ 1 രൂപ മാറ്റിവെച്ച് ഒരു ഭാഗ്യസ്വക്ത പുഷ്പാഞ്ജലി, ഒരു ആയുർസ്വക്ത പുഷ്പാഞ്ജലി, ഒരു മഹാഗണപതി ഹോമം, ഒരു നിറപറ ഒക്കെ നടത്തുമ്പോൾ സമയം സൗകര്യം സമ്പത്ത് സന്മനസ് ഇത് 4 സമർപ്പിക്കുമ്പോൾ 4 കാര്യങ്ങൾ മഹാഗണപതിയും തിരുമേനിയും മാറ്റിത്തരും. ദുരന്തം, ദുരിതം, ദുഃഖം, ദാരിദ്ര്യം. മറക്കരുത്, ദുരന്തം, ദുരിതം, ദുഃഖം, ദാരിദ്ര്യം മാറ്റിത്തരാൻ 4 ദായാണ്. 4 സകാരങ്ങൾ സമർപ്പിക്കണം. സമയം സൗകര്യം സമ്പത്ത് സന്മനസ്. 103-ാം പിറന്നാളിൻ്റെ ഈ സുന്ദരമായ വേളയിൽ ഇന്നത്തെ ദിവസം ചതുർത്ഥിയാണ്, പൂര നക്ഷത്രമാണ്, തിങ്കൾ കലാധരൻ്റെ ദിവസമായ തിങ്കളാഴ്ചയാണ്. ഒരക്ഷര പൂജ പകലിൻ്റെ ആദ്യ യാമത്തിൽ തുടങ്ങി 6:30 മുതൽ 9:30 വരെ, 9:30 മുതൽ 12:30 വരെ, 12:30 മുതൽ 3:30 വരെ, 3:30 മുതൽ 6:30 വരെ. ഈ 4 യാമവും നമ്മളിവിടെ ഇരുന്ന് വൈകിട്ട് കഥകളിയുമൊക്കെ കണ്ട് നാളെയും ഇരുന്ന് 2-ാം തീയതി പിറന്നാൾ സദ്യ ഉണ്ടിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോകാവൂ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വർഷം തോറും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ വലിയ അവസരം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമായി കണ്ടുകൊണ്ട് ഈ വലിയ സദസ്സിന് നമസ്കാരമർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിങ്ങളുടെ മനസ്സുകളിൽ വിനയാന്വിതനായി സമർപ്പിക്കുന്നു. നമസ്കാരം.